കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങും അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റും നടപ്പിലാക്കിയാൽ എത്ര ചെറിയ ശമ്പളമുള്ളവർക്കും ലക്ഷപ്രഭുവും അതുപോലെ തന്നെ കോടിപതിയുമൊക്കെ ആകുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ കാണും, നിക്ഷേപം വളർത്തുവാനും അവരുടെ സമ്പത്ത് വളർത്തുവാനും ഒക്കെ. പക്ഷേ ആഗ്രഹം കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല, നമ്മൾ ആഗ്രഹത്തിനൊപ്പം പ്രവർത്തിക്കുക കൂടി വേണം. 1 ലക്ഷം രൂപ സാലറി വാങ്ങുന്നവനേക്കാൾ കൂടുതൽ സമ്പാദ്യം ഒരുപക്ഷെ 30,000 രൂപ മാസം സാലറി വാങ്ങുന്നവന് കാണും. നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണം കൃത്യമായി മാനേജ് ചെയ്യുക വഴിയാണ് ഇത് സാധ്യമാവുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നിട്ടുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ട് ലഭിക്കുന്ന നമ്മുടെ പുതിയ ചാനലായ മണി ഫീഡ് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻകം ആണ്. നിങ്ങൾ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത്, മൾട്ടിപ്പിൾ ഇൻകം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ലോകത്തെ എല്ലാ ധനികരിലേക്കും നിങ്ങൾ നോക്കുക, അവർ ഒരു ബിസിനസ് മാത്രമല്ല ചെയ്യുന്നത്, അവർക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ടാവും. ഇങ്ങനെ മൾട്ടിപ്പിൾ ബിസിനസ് ഇല്ലെങ്കിൽ ജോലി നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൽ നഷ്ടം വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടമായാൽ മറ്റൊരു ഇൻകം ഉപയോഗിച്ച് ആ നഷ്ടം നികത്തുവാനും ലൈഫ് ബാലൻസ് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ നിലവിലുള്ള ജോലി ചെയ്യുവാൻ തന്നെ സമയമില്ല, അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു ജോലി ചെയ്യുകയെന്ന്. നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ ഓൺലൈനിലൂടെ ചെയ്യുവാൻ സാധിക്കുന്ന വിവിധ തരത്തിലുള്ള ജോലികൾ ലഭ്യമാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യുവാൻ സാധിക്കുന്ന ജോലികളെ പറ്റിയും അല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളെ പറ്റിയുമുള്ള വീഡിയോകൾ എൻ്റെ പേഴ്സണൽ യൂട്യൂബ് ചാനലിൽ എല്ലാ ചൊവ്വാഴ്ചയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സന്ദർശിക്കുക. ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വരുമാനം കണ്ടെത്താം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള നല്ല കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പെയിൻറ്റിങ് ചെയ്ത് നൽകി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നല്ല കഴിവുണ്ട്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ജോബ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കുറേയധികം പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അത്തരം പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചെറിയ വർക്കുകൾ എടുത്ത് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം കണ്ടെത്തുവാനായി സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നടപ്പിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിച്ച് മണി നല്ലപോലെ മാനേജ് ചെയ്യുക എന്നത്. എത്ര വലിയ ഇൻകം ഉള്ളവനാണെങ്കിലും അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്ന മണി കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. ഈ ഒരു പോയിന്റാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നടപ്പിലാക്കേണ്ട കാര്യം. നിങ്ങളുടെ വരവ് ചിലവുകൾ ട്രാക്ക് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ആപ്പുകളുടെ സഹായം തേടാം. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്പിൻ്റെ റിവ്യൂ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരം ആപ്പുകൾ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ മാനുവലായി എന്തെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തോ നിങ്ങളുടെ വരവും ചിലവും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുക. ഇങ്ങനെ 1-2 മാസം നിങ്ങളുടെ ലൈഫിലെ വരവ് ചിലവുകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ അനാവശ്യ ചിലവുകൾ നിങ്ങൾക്ക് കണ്ടെത്തുവാനും അതുപോലെ തന്നെ അത് നിയന്ത്രിക്കുവാനും സാധിക്കും. അപ്പോൾ സാലറി കൂടിയവനായാലും അല്ലെങ്കിൽ സാലറി കുറഞ്ഞവനായാലും ലൈഫിൽ സക്സസ് ആണെങ്കിൽ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് മണി മാനേജ്മെൻറ്റ്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. ലൈഫിൽ നടപ്പിലാക്കേണ്ട മറ്റൊരു പോയിന്റാണ് നിക്ഷേപം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന പണം മുഴുവൻ നമ്മൾ മണി കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് മിച്ചം പിടിച്ച് ഒരു സ്ഥലത്ത് സേവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ സേവ് ചെയ്യുന്ന പണത്തിൻ്റെ ഒരു വിഹിതം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമ്മളുടെ വെൽത്ത് വളരുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് യോജിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. മ്യൂച്വൽ ഫണ്ട് ആകാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആകാം, അല്ലെങ്കിൽ ബോണ്ടുകളാകാം. അപ്പോൾ നിങ്ങളുടെ റിസ്കിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. മറ്റൊരു പോയിന്റാണ് ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡ് കാണും. ക്രെഡിറ്റ് കാർഡ് ഒരു സാധാരണ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പണ്ടങ്ങനെ അല്ലായിരുന്നു, ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ മാത്രമേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമായിട്ടും ജോലിയുള്ള ആളുകളുടെ കയ്യിൽ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. അറിയാം, ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ വളരെ ഉയർന്നതാണ്. 40% മുകളിലാണ് ക്രെഡിറ്റ് കാർഡുകളുടെ ഇയർലി ഇൻട്രസ്റ്റ് വരുന്നത്. ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്കത് തിരിച്ചടക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക. അല്ലാതെ അനാവശ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സാലറി മുഴുവൻ ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കുവാനായി മാത്രമേ തികയൂ. നമുക്ക് അതിൽ നിന്ന് മിച്ചം പിടിക്കുവാനോ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനോ യാതൊന്നും തന്നെ ലഭിക്കുകയില്ല. മറ്റൊരു പോയിന്റാണ് ലോണുകൾ എടുക്കുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടു മാത്രം എടുക്കുക. പലരും ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് ലോങ് ആ ഒരു ലോൺ തിരിച്ചടക്കാനായിട്ടായിരിക്കും ജീവിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ലോൺ തുകയുടെ അത്രത്തോളം തന്നെ പലപ്പോഴും പലിശയായിട്ട് നൽകേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലോണുകൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം എടുക്കുക. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ലോണുകൾ എടുക്കുക, അല്ലെങ്കിൽ ആർഭാടം കാണിക്കുവാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടോ ലോണുകൾ എടുക്കാതിരിക്കുക. മറ്റൊന്ന്, നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ്
ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ മണി മാനേജ്മെന്റ് കൃത്യമായി നടപ്പാക്കുന്നതിന്റെ ഒരു റിസൾട്ടാണ് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിൽ 10+ വാങ്ങിയതുകൊണ്ടോ അല്ലെങ്കിൽ +2 നല്ല മാർക്ക് വാങ്ങിയതുകൊണ്ടോ നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ചെയ്ത് കാണില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നമ്മുടെ ലൈഫിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പല പോയിന്റുകളിലും നമുക്ക് ഗുണം ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് വരുമാനത്തിലല്ല കാര്യം, സേവിങ്സിലാണ്. അപ്പോൾ ആദ്യം പറഞ്ഞൊരു പോയിന്റാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ലക്ഷങ്ങൾ മാസ വരുമാനമുള്ളവന് ചിലപ്പോൾ സേവിങ്സ് ഒന്നും കാണില്ല. പക്ഷേ 30,000 രൂപ വരുമാനമുള്ളവന് ലൈഫിൽ ഒരു സേവിങ്സ് ഒക്കെ ബിൽഡ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അത് അവൻ്റെ മണി മാനേജ്മെന്റിലുള്ള ഒരു കഴിവ് കൊണ്ടാണ് പോസിബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാലറി കുറവാണ്, കുറച്ചുകൂടി സാലറിയുള്ള ജോലി കിട്ടിയിട്ട് സേവ് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഒരു കുറഞ്ഞ സാലറി ആണെങ്കിൽ കൂടി സേവ് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ മറ്റൊരു പോയിന്റാണ് സേവിങ്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സേവിങ്സിന് നമ്മുടെ ലൈഫിലുള്ളത്. നമുക്ക് ലഭിക്കുന്ന പണം നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ഒരു സേവിങ്സ് ബിൽഡ് ചെയ്തു, എന്നിട്ട് ആ ഒരു സേവിങ്സ് മുഴുവനായിട്ട് എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താതിരിക്കുക. കാരണം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് പലതരത്തിലുള്ള റിസ്കുകൾ ഉണ്ടാവും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഒക്കെ മാർക്കറ്റ് റിലേറ്റഡ് ആണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സമ്പാദ്യം മുഴുവൻ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി താറുമാറാക്കാൻ അത് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന പണം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ഒരു സേവിങ്സ് ബിൽഡ് ചെയ്യുക. ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന സേവിങ്സ് മുഴുവനായിട്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ ഒരു വിഹിതം മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബിൽ പേയ്മെന്റുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആകുക എന്നത്. നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ EMI എല്ലാ മാസവും കറക്റ്റ് ഡേറ്റിൽ അടക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. ബിൽ പേയ്മെന്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലും ഇത് പ്രാവർത്തികമാക്കുക. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് പേയ്മെന്റ് ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഡ്യൂ ഡേറ്റ് ഒക്കെ മിസ്സായിട്ട് ഉയർന്ന പലിശയും അതുപോലെ തന്നെ പെനാൽറ്റി ചാർജും നൽകേണ്ടതായിട്ട് വരും. നമ്മൾ ഓട്ടോമാറ്റിക് ബിൽ പേയ്മെന്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക് പണം ഡെബിറ്റ് ചെയ്തുകൊള്ളും. ഇൻവെസ്റ്റ്മെന്റ് ആയാലും അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലായാലും നിങ്ങൾ സ്റ്റോക്കുകളിലായാലും SIP ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാസം ഇന്ന ഡേറ്റിൽ കൃത്യമായിട്ട് എമൗണ്ട് പോകത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ചെയ്തുകൊള്ളും. നമ്മൾ മാനുവലായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നതെങ്കിൽ പലപ്പോഴും നമുക്കൊരു മടി വന്നേക്കാം, ഈ മാസം ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട, അടുത്ത മാസം ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നീട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ജനറേറ്റ് ചെയ്യും. അതിന് പകരം ഓട്ടോമാറ്റിക് ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ടൈമും എഫർട്ടും ഒക്കെ അവിടെ സേവ് ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പോയിന്റാണ് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസുകൾ ഉറപ്പാക്കുക. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വെച്ച വീടാണെങ്കിൽ വീടിന് ഹോം ഇൻഷുറൻസ് ഉറപ്പാക്കുക. പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പാക്കുക. ഇങ്ങനെയുള്ള ഇൻഷുറൻസുകൾ നമ്മുടെ ലൈഫിൽ ഉറപ്പാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലും നമ്മളുടെ സാമ്പത്തികം തകർക്കാതെ ആ ഒരു അപകട നില നമുക്ക് തരണം ചെയ്യുവാനായി സാധിക്കും. നമ്മുടെ ലൈഫിൽ ഇൻഷുറൻസുകൾ ഇല്ലെങ്കിൽ എമർജൻസി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ആ ഒരു എമർജൻസിക്ക് വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മുടെ സാമ്പത്തിക നില തകർക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ് നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ സേവ് ചെയ്യുന്ന എമൗണ്ട് ആയാലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ട് ആണെങ്കിലും അത് ഇൻക്രീസ് ചെയ്യുക എന്നത്. അല്ലാതെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡിസൈഡ് ചെയ്ത ആ എമൗണ്ട് തന്നെ എല്ലാ വർഷവും സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും നിൽക്കരുത്. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ എമൗണ്ട് സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യുക. പിന്നെ ലൈഫിൽ നടപ്പിലാക്കേണ്ട മറ്റൊരു പോയിന്റാണ് ടോക്ക് അബൌട്ട് മണി. നമ്മൾ പണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ജോയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിലാണെങ്കിലും പൊളിറ്റിക്സ് ഒക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റ് ഉള്ളൂ, നമ്മുടെ എനർജി ലോസ് മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ. പകരം നമ്മൾ ഫ്രണ്ട്സിനോടൊത്ത് കൂടുമ്പോഴും അതുപോലെ തന്നെ ഫാമിലിയിലായാലും നമ്മൾ പണത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളെ പറ്റിയും ഒക്കെ സംസാരിക്കുക. ഇങ്ങനെ ചെയ്യുക വഴി നമുക്ക് ആ ഒരു മേഖലയിലുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക വഴി നമ്മുടെ ലൈഫിൽ കുറേ അധികം മാറ്റങ്ങൾ വരും. അങ്ങനെ നമുക്ക് ഈ ഒരു മേഖലയിൽ സക്സസ് നേടുവാനായി സാധിക്കും. പിന്നെ ഇന്നത്തെ ഒരു ജനറേഷനിൽ കൂടുതൽ ആളുകളും യൂട്യൂബിൽ തന്നെയാണ് ചുമ്മാ ഇങ്ങനെ ഓരോരോ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ വീഡിയോസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും കാണുന്നത് എന്റർടൈൻമെന്റ് കാറ്റഗറിയിലുള്ള വീഡിയോകളായിരിക്കും. ഇത്തരം കാറ്റഗറി വീഡിയോകൾ കാണുന്നത് വഴി നമുക്ക് യാതൊരു ഗുണവും ലഭിക്കുകയില്ല. ആ ഒരു സമയത്ത് നമ്മൾ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ലൈഫിൽ കുറേ അധികം അറിവ് പകർന്നു നൽകും. അതിലൂടെ നമുക്ക് ലൈഫിൽ കുറേ അധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായി സാധിക്കും. പിന്നെ ലൈഫിൽ നടപ്പിലാക്കേണ്ട മറ്റൊരു പോയിന്റാണ് പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ബുക്സ് ഒക്കെ വായിക്കുക എന്നത്. നമ്മൾ 10ലും +2ലും ഒക്കെ കുറേ അധികം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ചു, കാണാപ്പാഠം പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതി ജയിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ച എന്താണെന്ന് കൂടി നമുക്ക് ഓർമ്മ കാണില്ല. പക്ഷേ അങ്ങനെയുള്ള പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ബുക്സുകൾ, അത്തരം ബുക്സുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം അറിവുകൾ ലഭിക്കും. അങ്ങനെ നേടുന്ന അറിവുകൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുവാനായി സഹായിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ടാക്സ്. നിങ്ങൾ പണം കൂടുതലായിട്ട് സമ്പാദിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ കൂടുതൽ പണം സേവ് ചെയ്താൽ മാത്രം പോരാ. നമ്മൾ ടാക്സിൻ്റെ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യണം. നമുക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ട് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച ടാക്സ് സേവിങ് ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിലൂടെ ടാക്സ് സേവ് ചെയ്യുക. പിന്നെ നിങ്ങൾ ടാക്സ് നൽകാൻ ബാധ്യസ്ഥനാണെങ്കിൽ കറക്റ്റായിട്ട് ടാക്സ് നൽകുക. ഇത് നമ്മുടെ രാജ്യ പുരോഗതിക്ക് സഹായിക്കും. മാത്രമല്ല പിന്നീട് നമുക്കൊരു ലോൺ എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടാക്സ് അടക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഗുണം ചെയ്യും. ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ട്
കാലമായിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യില്ല, ടാക്സ് അടക്കില്ല, അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ലായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിലായിരിക്കും പലതരത്തിലുള്ള നിയമ നടപടികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. ആ ഒരു സമയത്ത് പലപ്പോഴും ടാക്സ് എമൗണ്ട് വലിയ ഒരു പിഴയോടൊപ്പം അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി മാനേജ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ സാലറി ആണെങ്കിൽ കൂടി ഒരു ലോങ് ടൈമിൽ നിങ്ങൾക്കും ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാനായി സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി